നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് വളരെ വലിയ ശക്തമായ ഒരു ഇരുമ്പുകോട്ട പണിയുന്നു. ശരി. അതിനുള്ളിൽ കേറി വാതിലൊക്കെ ഭദ്രമായി അടച്ച് ഇനി ഞാൻ തികച്ചും സുരക്ഷിതനാണെന്ന് ആശ്വസിക്കുകയാണ് നിങ്ങൾ. അതൊരു സാധാരണ മനുഷ്യന്റെ ചിന്തയാണല്ലോ. അതെ. പക്ഷേ കുറച്ചു കഴിയുമ്പോ നിങ്ങൾ ആ നടുക്കുന്ന സത്യം തിരിച്ചറിയുകയാണ്. ഈ കോട്ട മുഴുവനായി ഒരു വലിയ കടലിന്റെ അടിത്തട്ടിലേക്ക് പതിയെ മുഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഓ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. കേൾക്കുമ്പോ ഇതൊരു വലിയ അബദ്ധമായി തോന്നുന്നില്ലേ? എന്നാൽ നമ്മുടെ ഇന്നത്തെ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നത് മനുഷ്യരായ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി ഈ അബദ്ധം തന്നെയാണെന്നാണ്. തീർച്ചയായും. ജാതി, മതം, സമ്പത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പടുത്തുയർത്തുന്ന ഈ കോട്ടകളുടെ അവസ്ഥയും ഇതുതന്നെയാണ്. നമ്മുടെ ഈ ഗഹനമായ അന്വേഷണത്തിലേക്ക്, അതായത് ഈ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. അതെ, സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് പ്രപഞ്ചത്തിന്റെ മാറ്റങ്ങളെക്കുറിച്ചും ഈ ക്ഷണികമായ ജീവിതത്തിൽ മനുഷ്യർ കെട്ടിപ്പൊക്കുന്ന അതിരുകളെക്കുറിച്ചും അതിനെയെല്ലാം ഭേദിച്ചു നിൽക്കുന്ന സ്നേഹത്തിന്റെ ഏകദാനമായ സത്ത എന്ന ആശയത്തെക്കുറിച്ചുമാണ്. വളരെ ഗഹനമായ ഒരു വിഷയം. അതെ. ഈ ലോകത്ത് സത്യസന്ധതയുടെയും മനുഷ്യത്വത്തോടെയും സ്നേഹം മാത്രം പങ്കുവെച്ച് എങ്ങനെ ജീവിക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ അന്വേഷണ ലക്ഷ്യം. നിങ്ങൾ ആദ്യം പറഞ്ഞ ആ ഇരുമ്പുകോട്ടയുടെ ഉദാഹരണം ഈ അവസ്ഥയെ വളരെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. അതെ, അതൊരു നല്ല താരതമ്യമാണല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ എപ്പോഴും സൗകര്യപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത്, ഈ ഭൂമിയിൽ ജീവൻ എന്നത് വളരെ തുച്ഛമായ കുറച്ചു ദിവസങ്ങൾ മാത്രമുള്ളൊരു പ്രതിഭാസമാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പോലും കഴിയാത്തൊരു ജീവിതം. പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ശാശ്വതമല്ല. മാറ്റം മാത്രമാണ് ഒരേ ഒരു സത്യം. ശരിയാണ്. അത് നമ്മുടെ ജീവന്റെ കാര്യത്തിലായാലും ശരി, നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ കാര്യത്തിലായാലും ശരി, എല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നമ്മൾ പെരുമാറുന്നത് ഇവിടെ എന്നേക്കുമായി ജീവിക്കാൻ വന്നിരിക്കുന്നവരെ പോലെയാണ്, അല്ലേ? അതാണിതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. നമ്മൾക്കറിയാം ഇതൊന്നും സ്ഥിരമായി നിൽക്കില്ലാന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ മിഥ്യാധാരണയിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത്? എന്തിനാണ് ഈ മാറ്റം എന്ന സത്യത്തെ അംഗീകരിക്കാൻ നമുക്ക് ഇത്ര മടി? അതിനുള്ള ഉത്തരം കിടക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ ഘടനയിലും അവനുണ്ടാകുന്ന മരണഭയത്തിലുമാണ്. മരണഭയമോ? അതൊന്ന് വിശദീകരിക്കാമോ? അതായത്, മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ശൂന്യത അല്ലെങ്കിൽ താൻ ഇല്ലാതാവുന്ന അവസ്ഥയെന്നത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഓഹോ. നമ്മൾ ഒരു നാൾ പൂർണ്ണമായും ഇല്ലാതാവുമെന്ന ചിന്ത മനുഷ്യനിൽ വലിയൊരു മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഈ ഭയത്തെ നേരിടാൻ മനുഷ്യൻ കണ്ടെത്തിയൊരു തന്ത്രമുണ്ട്. ഏത് തന്ത്രം? തനിക്ക് ചുറ്റും മാറ്റമില്ലാത്ത എന്തൊക്കെയോ ഉണ്ട് എന്ന് സ്വയം വിശ്വസിപ്പിക്കുക എന്നത്. അതിനുവേണ്ടി അവൻ അതിരില്ലാതെ സമ്പത്ത് കൂട്ടിവെക്കുന്നു, വലിയ പദവികൾ നേടിയെടുക്കുന്നു. അതെ. വരും തലമുറകൾ തന്നെ ഓർക്കാൻ വേണ്ടി കല്ലിലും മണ്ണിലും വലിയ സ്മാരകങ്ങൾ നിർമ്മിക്കുന്നു. ഇതെല്ലാം താൻ ശാശ്വതനാണെന്ന് സ്വയം വിശ്വസിപ്പിക്കാനുള്ള തലച്ചോറിന്റെ ഒരു പ്രതിരോധ സംവിധാനം മാത്രമാണ്. എന്നുവെച്ചാൽ താൻ ഇല്ലാതായാലും താൻ നിർമ്മിച്ചതൊക്കെ ഇവിടെ നിൽക്കുമെന്നൊരു വ്യാമോഹം. കൃത്യമായി പറഞ്ഞാൽ അതന്നെ. അതായത്, നമ്മൾ കാണിക്കുന്ന ഈ അത്യാഗ്രഹങ്ങളും അധികാരക്കൊതിയും വെട്ടിപ്പിടിക്കലുകളും യഥാർത്ഥത്തിൽ നമ്മുടെ മരണഭയത്തിന്റെ മറ്റൊരു മുഖം മാത്രമാണെന്നാണോ പറഞ്ഞുവരുന്നത്? സ്രോതസ്സുകൾ വിരൽ ചൂണ്ടുന്നത് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. അതൊരു പുതിയ അറിവാണ്. അങ്ങനെയെങ്കിൽ ഈ ഭയം കാരണം മനുഷ്യർ ഉണ്ടാക്കിവെച്ച മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും സ്രോതസ്സുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. അതെ, വ്യവസ്ഥിതികളെക്കുറിച്ച്. മനുഷ്യൻ തലമുറകളായി നിർമ്മിച്ചു വെച്ചിട്ടുള്ള ജാതി, മതം, വർഗം, വർണ്ണം, പിന്നെ വളരെ സങ്കീർണമായ നിയമങ്ങൾ. ശരിയാണ്. ഇതെല്ലാം മനുഷ്യരുടെ ലക്ഷ്യമില്ലാത്ത അന്വേഷണങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചതാണെന്ന് അതിൽ പറയുന്നു. മനുഷ്യർ സ്വന്തം ജീവിതം മുഴുവൻ ഇതിനെ അനുസരിച്ചും ചിലപ്പോൾ അനുസരിക്കാതെയും തീർക്കുകയാണ്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ വ്യവസ്ഥിതികളെയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ആ മരണഭയത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വേണം നമ്മൾ കാണാൻ. ഒരു വ്യക്തിക്ക് താൻ ഒറ്റയ്ക്കല്ല, താൻ ഉൾപ്പെടുന്ന വലിയൊരു സമൂഹത്തിന് മരണമില്ല എന്ന തോന്നലുണ്ടാക്കാൻ ഇത്തരം കൂട്ടായ്മകളും വേർതിരിവുകളും സഹായിക്കുന്നുണ്ട്. ഓ, അതായത് ഒരു തരം സുരക്ഷിതത്വം. അതെ. എന്നാൽ ഇവിടെ സംഭവിച്ച വലിയൊരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ, സ്വന്തം സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ഈ ചട്ടക്കൂടുകൾ പിന്നീട് മനുഷ്യനേക്കാൾ വലുതായി മാറിയെന്നതാണ്.
ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് തങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചു നിർത്താമെന്ന് ചിന്തിക്കാനാണ്. ശരിയാണ്. ആ വേർതിരിവുകളെ ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അതെ. എന്തിനു വേണ്ടിയാണ് താൻ ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് മനുഷ്യൻ തന്നെ മറന്നുപോയി. ഇവിടെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. നമ്മളിത് കേൾക്കുമ്പോൾ ഈ ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയതിന്റെ യഥാർത്ഥ ലക്ഷ്യം വേർതിരിവുകളായിരുന്നില്ലല്ലോ. ഒരിക്കലുമല്ല. കാട്ടിലെ മൃഗങ്ങളെപ്പോലെ പരസ്പരം കടിച്ചു കീറാതെ ജീവിക്കാൻ മനുഷ്യർക്ക് ഒരു സാമൂഹിക ക്രമവും ദിശാബോധവും നൽകാൻ വേണ്ടിയല്ലേ അടിസ്ഥാനപരമായി ഈ നിയമങ്ങളും സദാചാരബോധവുമൊക്കെ ഉണ്ടാക്കിയത്? തീർച്ചയായും. അതെല്ലാം പൂർണ്ണമായും തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പിന്നെ എപ്പോഴാണ് അത് മനുഷ്യരെ വിഭജിക്കുന്ന ആയുധമായി മാറിയത്? ആ ചോദ്യം വളരെ ന്യായമാണ് കേട്ടോ. തുടക്കത്തിൽ ഇതൊക്കെ സാമൂഹിക ക്രമം നിലനിർത്താനുള്ള വെറും ഉപാധികൾ മാത്രമായിരുന്നു. ഒരു കൂട്ടം ആളുകൾക്ക് ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു വഴികാട്ടി. എന്നാൽ കാലക്രമേണ എന്താണ് സംഭവിച്ചത്? മനുഷ്യന്റെ നന്മയ്ക്കു വേണ്ടിയാണ് നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കിയത് എന്ന സത്യം നമ്മൾ സൗകര്യപൂർവ്വം മറന്നു. അതെ. എന്നിട്ട് നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. കൃത്യം. മനുഷ്യത്വത്തെക്കാൾ വലുതായി മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ഈ നിർമ്മിതികൾ മാറി എന്നതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ക്ഷണികമായ ജീവിതത്തിൽ സത്യസന്ധമായും സമാധാനത്തോടെയും ജീവിക്കുന്നതിനു പകരം പരസ്പരം പോരടിക്കാനും ആധിപത്യം സ്ഥാപിക്കാനുമാണ് ഈ ആശയങ്ങൾ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത്. നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ വീട്ടിലിരുന്നോ ഈ ഡീപ് ഡൈവ് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഇന്നത്തെ മാനസിക സമ്മർദ്ദങ്ങളിൽ എത്രയെണ്ണം ഈ മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടതാണ്? വളരെ പ്രസക്തമായ ഒരു ചോദ്യം. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ പദവി കാണിക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഈ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്? ശരിയാണ്. ഈ ചോദ്യം നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ സ്രോതസ്സുകളിലെ ഏറ്റവും കാതലായ ഒരു ആശയത്തിലേക്കാണ്. അതായത് സ്നേഹത്തിന്റെ സത്ത. അതെ. നമ്മൾ ഉണ്ടാക്കിയ ഈ വ്യവസ്ഥകൾക്കൊന്നും നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ അർത്ഥം നൽകാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ജീവിതത്തിന്റെ സത്ത? അവിടെയാണ് സ്നേഹം എന്ന വാക്ക് കടന്നുവരുന്നത്. അത്യാഗ്രഹങ്ങളില്ലാതെ തികഞ്ഞ മനുഷ്യത്വത്തോടെ സ്നേഹം മാത്രം പങ്കുവച്ച് ജീവിക്കുക എന്നത്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വരിയുണ്ട്. ഏതാണത്? സ്നേഹം അറിഞ്ഞു കൊടുക്കുകയും എന്നാൽ അത് പിടിച്ചു വാങ്ങാതിരിക്കുകയും ചെയ്യാം. ഓ, അതീവ ഗഹനമായൊരാശയമാണത്. സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ പൊതുവായ ധാരണകളെ അത് പൂർണ്ണമായും തിരുത്തിക്കുറിക്കുന്നുണ്ട്. അതെ. സ്നേഹം അറിഞ്ഞു നൽകുക, എന്നാൽ അത് നിർബന്ധിച്ച് വാങ്ങാതിരിക്കുക. സാധാരണയായി മനുഷ്യർ സ്നേഹത്തെ കാണുന്നത് കൊള്ളക്കൊടുക്കലുകൾ നടക്കുന്ന ഒരു കച്ചവടം പോലെയാണല്ലോ. ഒരു ഗിവ് ആൻഡ് ടേക്ക്. അതെ. ഞാൻ നിനക്ക് എന്റെ സമയം തന്നാൽ, സ്നേഹം തന്നാൽ, തിരിച്ച് നീയും എനിക്ക് അതുപോലെ സ്നേഹം തരണം എന്നൊരു വ്യവസ്ഥ അതിലുണ്ടെപ്പോഴും. ആ വ്യവസ്ഥയെ എനിക്ക് വേറൊരു രീതിയിൽ വിശദീകരിക്കാൻ തോന്നി. നമ്മൾ ഇന്നത്തെ കാലത്ത് സ്നേഹത്തെ കാണുന്നത് മാസാമാസം പണമടച്ച് പുതുക്കുന്ന ഒരു സേവനം പോലെയാണ്. അതായത് ഒരു സബ്സ്ക്രിപ്ഷൻ പോലെ. അതെ. എനിക്ക് തിരിച്ച് സ്നേഹമോ പരിഗണനയോ കൃത്യമായി കിട്ടുന്നില്ലെങ്കിൽ ആ നിമിഷം ഞാൻ ആ സേവനം അങ്ങ് റദ്ദാക്കും. എന്റെ സ്നേഹം അവിടെ തീർന്നു. അത് വളരെ ശരിയാണ്. യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ആർക്കും അത് സ്വീകരിക്കാം. അതിൽ എന്റേത് നിന്റേത് എന്ന അവകാശവാദങ്ങളില്ല. യാതൊരു അവകാശവാദവുമില്ല. ഈ രീതിയിൽ നോക്കുമ്പോൾ സ്നേഹം നിർബന്ധിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതും അതെന്റേതു മാത്രമാണെന്ന് ശാഠ്യം പിടിക്കുന്നതും സ്നേഹത്തെ തന്നെ ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞ ആ ഉദാഹരണം വളരെ കൃത്യമാണ് കേട്ടോ. അവിടെ ഉടമസ്ഥാവകാശമെന്നൊന്നുമില്ല. പ്രതിഫലേച്ഛയില്ലാതെ സ്നേഹം നൽകുക എന്നത് മാത്രമാണ് ഈ ക്ഷണികമായ ജീവിതത്തോട് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അർത്ഥവത്തായ പ്രതികരണം എന്ന് പറയുന്നത്. ശരിയാണ്. ആരും നിങ്ങളെ തിരിച്ചറിയണമെന്നില്ല, ആരും നിങ്ങൾക്ക് തിരിച്ച് സ്നേഹം നൽകണമെന്നുമില്ല. എങ്കിലും നിരുപാധികമായി സ്നേഹിക്കാൻ കഴിയുക എന്നത് മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ്. കാരണം ആ സ്നേഹത്തിൽ അത്യാഗ്രഹങ്ങളില്ല, അല്ലേ? താൻ വലുതാകണമെന്ന് ചിന്തയുമില്ല. അതെ. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സമയം വളരെ കുറവാണെന്ന് സത്യം അംഗീകരിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് യാതൊരു നിബന്ധനകളുമില്ലാതെ ഇത്തരത്തിൽ സ്നേഹിക്കാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായും അടുത്തൊരു വലിയ ചോദ്യം വരും. എന്താണത്? എന്തുകൊണ്ടാണ് നമ്മൾ അത്യാഗ്രഹങ്ങളില്ലാതെ ജീവിക്കണം എന്നിത്രയധികം നിർബന്ധം പിടിക്കുന്നത്? എന്തിനാണ് സ്നേഹം മാത്രം പങ്കുവച്ച് ജീവിക്കുന്നത്? കാരണം ഈ യാത്രയുടെ അവസാനം ഏവർക്കും ഒന്നാണ്:
മരണമെന്ന അന്തിമ സത്യം. ഒടുവിൽ എല്ലാവരും ഈ ഒരു മാറ്റാനാവാത്ത സത്യത്തിൽ അവസാനിക്കുകയാണ്. അതെ, മരണമെന്നത് എല്ലാറ്റിനെയും ഒരേ തലത്തിലെത്തിക്കുന്ന ഒരു മഹാസമന്വയമാണ്. ദ ഗ്രേറ്റ് ഈക്വലൈസർ. ദ ഗ്രേറ്റ് ഈക്വലൈസർ, അതെ. ജീവിതകാലം മുഴുവൻ മനുഷ്യർ പടുത്തുയർത്തിയ ജാതിയും മതവും നിയമങ്ങളും സമ്പത്തും പദവികളും ഒന്നും അവരെ ഒരു വ്യത്യാസമുണ്ടാക്കുന്നില്ല. മരണം ആരെയും വേർതിരിച്ചു കാണുന്നില്ലല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. അധികാരമുള്ളവനും ഇല്ലാത്തവനും പണക്കാരനും ദരിദ്രനും എല്ലാം ആ ഒരൊറ്റ ബിന്ദുവിൽ അവസാനിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഇരുമ്പുകോട്ട എത്ര ഭദ്രമായി പൂട്ടിയാലും മരണമെന്ന യാഥാർത്ഥ്യത്തിനു മുന്നിൽ അതെല്ലാം തകർന്നടിയും. പക്ഷേ ഇവിടെ ഞാൻ വേറൊരു രീതിയിൽ ചിന്തിച്ചു പോകുകയാണ്. പറയൂ. നമ്മളെല്ലാവരും എന്തായാലും മരിക്കും, ഒന്നും ശാശ്വതമല്ല എന്ന ഈ ചിന്ത യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ അർത്ഥശൂന്യമാക്കുകയല്ലേ ചെയ്യുന്നത്? അതായത് ഒരുതരം നിരാശ. അതെ, എന്തായാലും ഒരു നാൾ ഇതെല്ലാം അവസാനിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, എന്തിനാണ് അന്യരെ സ്നേഹിക്കുന്നത് എന്നൊരാൾക്ക് തോന്നില്ലേ? മരണമെന്ന ഈ തിരിച്ചറിവ് ജീവിതത്തെ ഒരു വലിയ ശൂന്യതയിലേക്ക് തള്ളിവിടില്ലേ? അതൊരു സ്വാഭാവികമായ സംശയമാണ് കേട്ടോ. എന്നാൽ കാര്യങ്ങളെ നമ്മൾ നേരെ തിരിച്ചാണ് കാണേണ്ടത്. തിരിച്ചോ? അതെങ്ങനെ? ഒരു കാര്യത്തിന് അവസാനമുണ്ട് എന്നുള്ളതാണ് അതിന് യഥാർത്ഥ മൂല്യം നൽകുന്നത്. സമയത്തിനൊരു കൃത്യമായ പരിധിയുള്ളതുകൊണ്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ സമയത്തിന് ഇത്രത്തോളം വിലയുണ്ടാകുന്നത്. ഓ, അത് ശരിയാണ്. മരണമെന്ന സത്യം എപ്പോഴും മുന്നിലുണ്ടെന്ന തിരിച്ചറിവാണ് മനുഷ്യനെ അവന്റെ അഹങ്കാരങ്ങളിൽ നിന്നും മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള വ്യഗ്രതയിൽ നിന്നും താഴെ ഇറക്കുന്നത്. അതായത് ആ യാഥാർത്ഥ്യബോധം. അതെ, ഞാൻ എന്നേക്കും ഇവിടെ ഉണ്ടാകില്ല എന്ന ബോധം വരുമ്പോഴാണ് ചുറ്റുമുള്ളവരോട് ശണ്ട കൂടുന്നതിലോ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ വേർതിരിവുകൾ ഉണ്ടാക്കുന്നതിലോ യാതൊരർത്ഥവുമില്ല എന്ന് നാം ആത്മാർത്ഥമായി മനസ്സിലാക്കുന്നത്. അതാണ് സത്യം. ആ തിരിച്ചറിവാണ് യഥാർത്ഥ സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും മനുഷ്യനെ നയിക്കേണ്ടത്. അനന്തമായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ മനുഷ്യന് സ്നേഹത്തിന്റെ വില മനസ്സിലാകില്ലായിരുന്നു. അതായത് അവസാനമുണ്ട് എന്നറിയുന്നതുകൊണ്ടാണ് ഈ നിമിഷങ്ങളെ നമ്മൾ ഇത്രയധികം മനോഹരമാക്കേണ്ടത്, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഗഹനമായ അന്വേഷണം നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്നത് ശാശ്വതമല്ലാത്ത എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ്. നമ്മൾ ഉണ്ടാക്കിയ മതിലുകൾക്കും നിയമങ്ങൾക്കും വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കുമൊന്നും ആത്യന്തികമായി യാതൊരു അർത്ഥവുമില്ല. ഇതെല്ലാം നമ്മുടെ തന്നെ മരണഭയത്തിൽ നിന്നും അരക്ഷിതാവസ്ഥകളിൽ നിന്നും ഉണ്ടായതാണ്. ശരിയാണ്. ആകെ അവശേഷിക്കുന്ന ഒരേ ഒരു സത്യം ഈ ചുരുങ്ങിയ കാലം നമ്മൾ ആർക്കൊക്കെ എത്രത്തോളം പ്രതിഫലേച്ഛയില്ലാത്ത സ്നേഹം നൽകിയെന്നതു മാത്രമാണ്. പിടിച്ചു വാങ്ങുന്ന സ്നേഹമല്ല, മറിച്ച് അറിഞ്ഞു നൽകുന്ന സ്നേഹം. പൂർണ്ണമായും ശരിയാണ്. മനുഷ്യന്റെ വ്യർത്ഥമായ നിർമ്മിതികളെല്ലാം മാറ്റം എന്ന വലിയ സത്യത്തിനു മുന്നിൽ ഇല്ലാതാകും. സ്നേഹമില്ലാത്ത ഏത് വ്യവസ്ഥിതിയും അപൂർണമാണ്. സ്രോതസ്സുകൾ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തിൽ പരസ്പരം സ്നേഹിക്കുക, മനുഷ്യത്വത്തോടെ പെരുമാറുക എന്നത് മാത്രമാണ് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു യുക്തിസഹമായ കാര്യം. അതെ. അപ്പോൾ ഇന്നത്തെ ഈ ആശയഗംഭീരമായ സംഭാഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ, നിങ്ങളുടെ ഉറക്കം കെടുത്താൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞങ്ങൾ നൽകുകയാണ്. അതെ, ഒരു ചിന്താവിഷയം. ഈ ഒരു കാര്യം നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. നാളെ ഈ ഭൂമിയിലെ നിങ്ങളുടെ അവസാനത്തെ ദിവസമാണെന്ന് ഇന്ന് നിങ്ങൾക്ക് ഉറപ്പായി അറിയാമെങ്കിൽ, നിങ്ങൾ ഇക്കാലം അത്രയും അതിതീവ്രമായി മുറുകെ പിടിച്ചിരുന്ന ഏത് നിയമങ്ങളോ അല്ലെങ്കിൽ ഏത് വിശ്വാസങ്ങളോ ആയിരിക്കും ആ നിമിഷം തികച്ചും അർത്ഥശൂന്യമായി മാറുക? വളരെ പ്രസക്തമായ ചോദ്യം. അതുപോലെ ഇന്ന് വരെ കൊടുക്കാൻ മടിച്ച, ആർക്കൊക്കെയോ വേണ്ടി നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച ആ സ്നേഹം ഈ നിമിഷം നിങ്ങൾ ആർക്കായിരിക്കും യാതൊരു നിബന്ധനകളുമില്ലാതെ നിരുപാധികം നൽകുക? ഈ ചോദ്യം നിങ്ങളെ അവശേഷിക്കട്ടെ. നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും ഉണർന്നിരിക്കട്ടെ. അടുത്ത തവണ മറ്റൊരു പുതിയ അന്വേഷണവുമായി വരുന്നതുവരെ വിടവാങ്ങുന്നു.